പ്രൊഫസർ ജോസഫ് ആന്റണി. നോക്കൂ, നമ്മൾ ഈ സംസാരിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിലെ ബബോൾസറിൽ സ്ഫോടന ശബ്ദം കേട്ടു അങ്ങോട്ടേക്ക് ആംബുലൻസുകൾ കുതിക്കുകയാണ് എന്നുള്ളതാണ്. ഇസ്രായേൽ കട്സ് അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത് ഞങ്ങൾ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് തുടരും എന്നാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു സീസ് ഫയർ ബ്രോക്കർ ചെയ്തു എന്ന് മാത്രമല്ല, അതിശക്തമായി അത് നടപ്പാക്കണമെന്ന് അന്ത്യശാസനം നൽകി കഴിയുകയും ചെയ്തു. എന്നിട്ടും ഇപ്പോഴും ആക്രമണം നടക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇത് വളരെ വളരെ ദുർബലമായിട്ടുള്ള ഒരു വെടിനിർത്തൽ എഗ്രിമെന്റ് ആണോ? നമുക്ക് ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം ഒരു വെടിനിർത്തലിലൂടെ അവസാനിക്കുന്നു എന്ന് കേൾക്കുന്നത് വളരെ ആശ്വാസകരമാണ്. ലോകം വളരെ ആശങ്കാകുലമായി നിന്ന സന്ദർഭങ്ങളിൽ ഒരു അയവ് വരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് തന്നെ നല്ലൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ട്രംപ് നടത്തിയ വെടിനിർത്തലുകൾ പലതും ഈ വെടിനിർത്തലുകൾ പേപ്പറിലെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് ലംഘിക്കപ്പെട്ട ചരിത്രമാണല്ലോ നമുക്കുള്ളത്. പശ്ചിമേഷ്യയിലെ തന്നെ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള ഒരു വെടിനിർത്തൽ കരാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുണ്ടാക്കി. അത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ പ്രശ്നത്തിലും അദ്ദേഹം ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാർ ഉണ്ടാക്കി. അതിനും എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. പിന്നെ നമ്മളിവിടെ ഞാനൊരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ശ്രീ PM നാരായണൻ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ പറഞ്ഞു, ഈ വഴിയേ പോയ ഒരു യുദ്ധമാണ് വീണ് കിട്ടിയ ട്രംപിന് കിട്ടി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അതിൻ്റെ വെടിനിർത്തലിൻ്റെ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ അവൻ്റെ അവകാശവാദവും ട്രംപ് ഏറ്റെടുത്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെടിനിർത്തൽ കുറച്ചുകൂടെ ഗൗരവമായി കാണേണ്ട ഒരു സംഭവമാണ്. വാസ്തവത്തിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഇറാനെതിരെ ആക്രമണം നടത്തിയത് അമേരിക്കയുടെ വാസ്തവത്തിലുള്ള സാമ്പത്തികവും സൈനികവും രാഷ്ട്രീയവുമായ പിന്തുണ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് ഈ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരായിട്ട് നിൽക്കാനുള്ള ശേഷിയില്ല. കാരണം ഈ അമേരിക്കയാണ് അവരുടെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ശക്തി. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പറഞ്ഞു ഈ ജൂൺ 13-ാം തീയതി ഇറാനെതിരെ ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത്, ഞങ്ങൾ ഇറാൻ്റെ ആണവശേഷിയെ പൂർണ്ണമായും ഇല്ലാതാക്കും. ഈ ട്രംപ് പറഞ്ഞ പോലെ ഈ ടോട്ടലി ആൻഡ് കംപ്ലീറ്റ്ലി ഓബ്ലിറ്ററേറ്റ് എന്ന് പറയുന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചില്ലെങ്കിൽ അതാണ് അവരുടെ ലക്ഷ്യം. 2, അദ്ദേഹം പറഞ്ഞത് ഈ ഇറാനിലെ ഭരണകൂടത്തെ ഞങ്ങൾ മാറ്റും, റെഷീം ചേഞ്ച്. ഇത് രണ്ടുമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യങ്ങളും എത്രത്തോളം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടി നമ്മൾ കാണണം. ഇപ്പോൾ അമേരിക്കയിലെ, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് CNN ന്യൂസ് കാണുമ്പോൾ അവിടുത്തെ കോൺഗ്രസ് അംഗങ്ങൾ സംശയം പ്രകടിപ്പിക്കുകയാണ് എത്രത്തോളം ഇദ്ദേഹം പറയുന്ന നമുക്കറിയാം ഈ ട്രംപ് എപ്പോഴും സൂപ്പർലേറ്റീവ് വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാറുള്ളൂ. അപ്പോൾ അത് യാഥാർത്ഥ്യമായിട്ട് എത്രത്തോളം ബന്ധമുണ്ടാകും എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ടോട്ടലി ആൻഡ് കംപ്ലീറ്റ്ലി ഓബ്ലിറ്ററേറ്റ് ചെയ്തോ ഈ ഇറാൻ്റെ ആണവ ശക്തി എന്നുള്ളത് സംശയം ഉളവാക്കുന്നതാണ്. കാരണം അതിൻ്റെ കാരണം ഇറാൻ തന്നെ പറഞ്ഞു, ഞങ്ങൾക്കറിയാം ഈ അമേരിക്ക ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന്, അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഈ നദാൻസിൽ നിന്നും ഫോർദോയിൽ നിന്നും ഇസ്ഫഹാനിൽ നിന്നും ഒക്കെയുള്ള ഈ സമ്പുഷ്ടീകരിച്ച ഈ യുറേനിയം അവിടുന്ന് സുരക്ഷിതമായ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരുന്നു. അത് പറയുന്നതിൽ അല്പം വസ്തുതയില്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ഉപയോഗിച്ച് ഈ ഫോർദോ പോലെയുള്ള സ്ഥലത്ത് ആക്രമണം നടത്തുമ്പോൾ അവിടെ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെങ്കിൽ ഒരു ആണവ ലീക്ക് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഈ കുറച്ചു ദിവസം മുമ്പത്തെ ചില സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഫോർദോ ആണവ നിലയത്തിന്റെ മുമ്പിൽ 16 വലിയ കാർഗോ ട്രക്കുകൾ കടക്കുന്നതും അത് മൂവ് ചെയ്യുന്നതുമായ ഒരു പക്ഷേ ആക്രമണത്തിന് ഒരാഴ്ചയെങ്കിലും മുമ്പ് അവിടെ നിന്ന് യുറേനിയം മാറ്റിയിരിക്കാം. അല്ല, അവിടെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉദിക്കുന്നത്, നമുക്കറിയാം ഈ ലോകത്ത് എവിടെയും നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഈ ഇൻ്റലിജൻസ് പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്ന ഒരു വിഷയമാണ്. അമേരിക്കയുടെയും പ്രത്യേകിച്ച് നമുക്കറിയാം ഇറാനിൽ അവർ പറയുന്നത് എന്താണ്, ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ വളരെ ഡെപ്തിൽ ഇറാൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഉണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യം. അമേരിക്കയുടെ ഇൻ്റലിജൻസ്, ഈ ഇൻ്റലിജൻസ് ഒക്കെ ഈ പറഞ്ഞ സ്ഥലത്ത് ഉണ്ടായിട്ടും ഇറാൻ അവിടുന്ന് ന്യൂക്ലിയർ എൻറിച്ച്ഡ് യുറേനിയം മാറ്റാൻ കഴിഞ്ഞുവെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ ഇൻ്റലിജൻസിൻ്റെ കഴിവിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. പക്ഷേ നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് കാണേണ്ടത് ഈ ട്രംപ് ഇതിനകത്ത് ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ട 2 വിഷയങ്ങൾ. ഒന്നെന്ന് പറയുന്നത്, നമുക്ക് പെട്ടെന്നൊരു കാര്യം കൂടെ പറയാം. ഈ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടന്നപ്പോൾ തന്നെ നെതന്യാഹു പറഞ്ഞു ഞങ്ങൾക്ക് 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക. 2, പിടിച്ചുകൊണ്ട് പോയ ബന്ദികളെ പൂർണ്ണമായി
പൂർണ്ണമായും മോചിപ്പിക്കുക. നമുക്കറിയാം ഈ രണ്ട് കാര്യങ്ങളിലും അദ്ദേഹം പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയാൻ കഴിയത്തില്ല. ഹമാസ് ദുർബലമായി എന്നുള്ളത് അംഗീകരിക്കുമ്പോൾ തന്നെ ഹമാസ് ഇപ്പോഴും ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. ബന്ദികൾ 22 ബന്ദികൾ ഇപ്പോഴും ഈ ഹമാസുകാരുടെ പിടിയിലാണ്. അദ്ദേഹം പറഞ്ഞു, അത് ഇറാൻ്റെ കാര്യത്തിൽ പറഞ്ഞു, ഇറാനിൽ നമ്മൾ അമേരിക്കയോട് പറഞ്ഞു, ഇറാനിൽ ഭരണമാറ്റം നടത്തിയാൽ നമുക്ക് ഈ ഹമാസിൻ്റെ നിയന്ത്രണം പോകും, അതുകൊണ്ട് നമുക്ക് ബന്ദികളെ എങ്ങനെ മോചിപ്പിക്കാം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ഇതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നെതന്യാഹു എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ അവിടെ ഇസ്രായേലിൽ നിരന്തരമായ സംഘർഷം നേരിടുന്നു. ഈ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ ജനങ്ങൾ പറഞ്ഞു, നിങ്ങൾ വേറൊരു യുദ്ധമുന്നണി തുറക്കുകയല്ല വേണ്ടത്, പിടിക്കപ്പെട്ടു കൊണ്ടുപോയ ബന്ദികളെ മോചിപ്പിക്കുന്നതിന് നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായ സംഘർഷമാണ് നടക്കുന്നുണ്ട്. ആഭ്യന്തരമായി രാഷ്ട്രീയമായി വളരെയധികം പ്രയാസം നേരിടുന്നുണ്ട്. ഈ പ്രശ്നത്തിലൊക്കെ അദ്ദേഹത്തിനുള്ള ദൗർബല്യം മാറ്റിക്കൊണ്ട് അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ കൂടി ജയിച്ച് അദ്ദേഹത്തിൻ്റെ, അതായത് ക്രിമിനൽ കുറ്റങ്ങളിൽ പ്രതിയായിട്ട് നിൽക്കുന്ന പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടാൽ അവിടെ കേസിൽപ്പെട്ട് അകത്തു പോകാൻ സാധ്യതയുള്ള ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാനും അടുത്ത തെരഞ്ഞെടുപ്പിൽ നേരിടാനും വേണ്ടിയിട്ടുള്ള ഒരു ഗിമിക്കായി കാണണം കാരണം ഈ രണ്ട് കാര്യങ്ങളും, അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഇറാനിൽ അദ്ദേഹം നേടിയില്ല എന്നുള്ളതാണ് സത്യം. ശരി.